അപ്പോൾ നമുക്ക് വേണ്ട സപ്ലൈസ് ഒരു ബിഗിനറിന് വേണ്ട സപ്ലൈസ് എന്ന് പറയുന്നത് ആദ്യം ഏതെങ്കിലും ഒരു യാൺ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗംഗ അക്രോഗോൾഡ്സിൻ്റെ നിറ്റിംഗ് യാണാണ്. അപ്പം നമ്മൾ ഏത് യാണാണോ മേടിക്കുന്നത് അതിലുണ്ടാകും അത് ഏത് സൈസാണ്, മീഡിയം സൈസാണ്, ഏത് ഹുക്കാണ് അതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് എഴുതിയിരിക്കുന്നത് 6.5 mm ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം ഞാൻ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. 6.5 mm ഒരു ഹുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി സിസേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണ് ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നത് എന്നാണ്. സ്ലിപ്പ് നോട്ട് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് എ സ്ലിപ്പ് നോട്ട്. ഞാനിവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ യാൺ എടുക്കുന്നത് ഇതിനകത്തൊരു, നമ്മൾ പുതിയ യാൺ മേടിക്കുമ്പോൾ ഒരു ഹോൾ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്തിട്ടാണ് ഈ അറ്റം നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ യാൺ പുറത്തേക്ക് എടുത്തു. നമ്മുടെ ഇതിന് പറയുന്നത് ടെയിൽ എൻഡ് എന്നാണ് ഇതിന് പറയുന്നത്. ബാക്കി ഈ ഭാഗം, ഈ യാണുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ വർക്കിംഗ് യാണെന്നും പറയും. അതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് ടേംസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ടെയിൽ എൻഡ് നമ്മളിങ്ങനെ നമ്മുടെ ഈ 4 വിരലിന് അഭിമുഖമായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ആദ്യത്തെ 2 വിരലിൽ മാത്രം ഈ വർക്കിംഗ് ആണ് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എക്സ് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റുക. അടിയിലൂടെ ഇങ്ങനെ വർക്കിംഗ് ആണ് അടിയിലൂടെ ഇങ്ങനെ എടുത്ത് എക്സ് ഷേപ്പിൽ ചുറ്റുക. എക്സ് ഷേപ്പിൽ ചുറ്റി കഴിഞ്ഞിട്ട് ഈ എക്സിൻ്റെ അവിടെ ആ ജോയിൻ ചെയ്തേക്കുന്ന 2 യാണും കൂടെ കൂട്ടിമുട്ടിയേക്കുന്ന ജോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു സർക്കിൾ നമുക്ക് കിട്ടിയില്ലേ, ആ സർക്കിളിനകത്തൂടെ നമ്മുടെ വർക്കിംഗ് ആണ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ടെയിലെൻഡ് ഇങ്ങനെ നമ്മുടെ വിരലിൽ വെച്ച് ചൂണ്ടുവിരലിൻ്റെയും നടുക്കത്തെ വിരലിലും കൂടെ വർക്കിംഗ് ആണ് ഇങ്ങനെ ചുറ്റുക. ചുറ്റി കഴിയുമ്പോൾ ഒരു എക്സ് കിട്ടി നമുക്ക്. ആ എക്സിൻ്റെ പോയിന്റിൽ നമ്മളിങ്ങനെ പിടിച്ച്, അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. ആ സർക്കിളിനകത്തൂടെ നമ്മുടെ വർക്കിംഗ് ആണ് ഇങ്ങനെ വലിച്ചെടുത്ത് നോട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. ഇനി ഒരു സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഹുക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി വെച്ചു. ഇനി അതൊരു ഹുക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൂടെ നമ്മുടെ ഹുക്ക് കയറ്റുക. എങ്ങനെ ഹുക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ഈ 2 എൻഡും ഉണ്ടല്ലോ, നമ്മുടെ ടെയിൽ എൻഡും വർക്കിംഗ് ആണും കൂടെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ വലിക്കുക. ഒരുപാട് മുറുക്കരുത്. സ്ലിപ്പ് നോട്ട് ഹുക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ലിപ്പ് നോട്ട് ഇങ്ങനെ ഹുക്കിലൂടെ ഇങ്ങനെ മൂവ് ആകണം എന്നുള്ളതാണ്. ഒരുപാട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് അതുപോലെ ടൈറ്റ് ആയിരിക്കും. ഇങ്ങനെ മൂവ് ആവണം. ഇതാണ് സ്ലിപ്പ് നോട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനകത്തൂടെ ഊരുക. ഈ സ്ലിപ്പ് നോട്ട് നമുക്ക് അഴിക്കണമെങ്കിൽ ഈ ടെയിലെൻഡും വർക്കിംഗ് ആണും കൂടെ ഇങ്ങനെ വലിച്ചാൽ മതി, അഴിച്ചു കിട്ടും. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. 2 വിരലിൽ ചുറ്റുക. ഇതിനകത്ത് കൂടെ പുറത്തേക്ക് എടുക്കുക. ഹുക്ക് എടുക്കുക. ഹുക്ക് ആബ് സർക്കിളിനകത്ത് എൻ്റർ ചെയ്തിട്ട് ടെയിൽ എൻഡും വർക്കിംഗ് ആണും കൂടെ വലിച്ച് മുറുക്കുക. സ്ലിപ്പ് നോട്ടായി. സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു യാണും
ഹുക്കും നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ പിടിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ബൈ.